ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നമ്മുടെ ഈ പുതിയ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഹിപ്പോപ്പൊട്ടാമസിനെ കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ്. ഹൈറ്റിലും വെയിറ്റിലും കാണ്ടാമൃഗത്തിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ജീവിയാണ് ഹിപ്പോപ്പൊട്ടാമസ്. ശരിക്കും ഈ ഹിപ്പോപ്പൊട്ടാമസ് എന്ന പേര് കൊടുത്തത് ഗ്രീക്കുകാരാണ്. ഈ ഹിപ്പോപ്പൊട്ടാമസ് എന്ന പേരിന്റെ അർത്ഥം ഹിപ്പോ എന്നാൽ കുതിര എന്നും പോമസ് എന്നാൽ നദി എന്നുമാണ് ഗ്രീക്ക് ഭാഷയിലെ അർത്ഥം. ഇങ്ങനെയാണ് ഈ മൃഗത്തിന് ഹിപ്പോപ്പൊട്ടാമസ് എന്ന പേര് വന്നത്. കാണാൻ കാണ്ടാമൃഗത്തിന്റെ സൈസുള്ള ഹിപ്പോപ്പൊട്ടാമസിനെ എന്തുകൊണ്ടാണ് കുതിരയുടെ പേര് കൊടുത്തതെന്ന് നോക്കിയാൽ, ഹിപ്പോപ്പൊട്ടാമസിന്റെ കാല് എന്നത് ആട്, മാട്, മാന് അങ്ങനെയുള്ള ജീവികളുടെ കാലിലെ കുളമ്പുള്ളതുപോലെ ഒരു കുളമ്പുള്ള ജീവിയാണ് ഹിപ്പോപ്പൊട്ടാമസ്. ഈ ഒരു കാരണം വെച്ചാണ് ആ മൃഗത്തിന് ഹിപ്പോപ്പൊട്ടാമസ് എന്ന പേര് വന്നത്. ആവറേജായി ഒരു ഫീമെയിൽ ഹിപ്പോപ്പൊട്ടാമസിന്റെ വെയിറ്റ് എന്നത് 1300 കിലോഗ്രാം വെയിറ്റ് ആണ്. എന്നാൽ ജനിച്ചതു മുതൽ മരിക്കുന്നത് വരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് മെയിൽ ഹിപ്പോപ്പൊട്ടാമസ്. അതിൻ്റെ വെയിറ്റ് എന്നത് ഏകദേശം 1500 കിലോഗ്രാം വെയിറ്റ് വരും. എന്നാൽ ചില മെയിൽ ഹിപ്പോപ്പൊട്ടാമസ് 2500 കിലോഗ്രാം വെയിറ്റ് വരെ ഉണ്ടാവാറുണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് എന്നത് കാണാൻ ഏകദേശം ഒരു പന്നിയുടെ ലുക്കുള്ളത് കൊണ്ട് തന്നെ 1990 വരെ ഹിപ്പോപ്പൊട്ടാമസ് എന്നത് ഒരു പന്നിയുടെ സ്പീഷീസ് ആണെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷമാണ് ഹിപ്പോപ്പൊട്ടാമസ് എന്നത് ഒരു പന്നിയുടെ സ്പീഷീസ് അല്ല, അതൊരു പ്രത്യേകതരം ഒരു ജീവിയാണെന്ന് മനസ്സിലാക്കിയത്. ലോകത്തിലെ ഇപ്പോഴുള്ള ജീവികളും ഇതിനു മുമ്പുള്ള ജീവികളും ഏതെങ്കിലും ഒരു ജീവിയിൽ നിന്നും എവല്യൂഷന്റെ ഭാഗമായി രൂപം മാറി വന്ന ജീവികളായിരിക്കും. അതേപോലെ തന്നെ ഹിപ്പോപ്പൊട്ടാമസ് എന്നത് ഏത് ജീവിയിൽ നിന്നും വേർതിരിഞ്ഞു വന്ന ഒരു ജീവിയായിരുന്നു എന്ന് നോക്കുമ്പോൾ അത് ഹിപ്പോപ്പൊട്ടാമസും തിമിംഗലവും ഒരേ ജീവിയിൽ നിന്നും 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എവല്യൂഷന്റെ ഭാഗമായി പിരിഞ്ഞു വന്ന സ്പീഷീസ് ആയിരുന്നു എന്ന് മനസ്സിലായി. പറഞ്ഞു വരുമ്പോൾ ഹിപ്പോപ്പൊട്ടാമസും തിമിംഗലവും ഒരേ ഫാമിലിയിൽപ്പെട്ട ജീവികളാണ്. എവല്യൂഷന്റെ ഭാഗമായി ഒരാൾ വെള്ളത്തിലും ഒരാൾ കരയിലും ജീവിക്കുന്നു എന്ന് മാത്രം. ശരിക്കും ഈ മെയിൽ ഹിപ്പോപ്പൊട്ടാമസ് എന്നത് ഏകദേശം 10 to 16 അടി നീളവും ഏകദേശം 5.5 to 6 അടി ഉയരവും ഉണ്ടാവും. അതിലെ പെൺ ഹിപ്പോപ്പൊട്ടാമസ് എന്നത് താരതമ്യേന വെയിറ്റും ഹൈറ്റും കുറവായിരിക്കും. ഏകദേശം 6 to 7 അടി നീളവും 4 അടി ഉയരവും ഉണ്ടാവും. ഹിപ്പോകൾ എന്നത് ശരിക്കും ഒരു ഹെർബിവോറസ് ഗ്രൂപ്പാണ്. അതായത് പഴം, പച്ചക്കറി, പുല്ലുകൾ എന്നിവ മാത്രം ഭക്ഷിക്കുന്നവ. ഇത്രയും വലിയ ഹിപ്പോകൾ എടുക്കുന്ന ഡെയിലി ഡയറ്റ് എന്നത് വളരെ ചെറുതാണ്. വെറും 40 കിലോഗ്രാം ഭക്ഷണം മാത്രമാണ് ഒരു ദിവസം കഴിക്കുന്നത്. ഈ ഹിപ്പോകൾ എന്നത് നാച്ചുറലായി കാണപ്പെടുന്നതും നാച്ചുറലായി ജീവിക്കുന്നതുമായ ഒരേ ഒരു സ്ഥലമാണ് ആഫ്രിക്ക. അതും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ നദിയിലാണ് ഹിപ്പോകൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. നിലവിൽ വെറും 2 തരത്തിലുള്ള ഹിപ്പോകൾ മാത്രമാണ് ഉള്ളത്. അതിലെ ഒന്ന് നൈൽ നദിയിൽ മാത്രം ജീവിക്കുന്ന ഒരു നൈൽ ഹിപ്പോ, മറ്റൊന്ന് പിഗ്മി ഹിപ്പോ. നിലവിൽ വെറും 2 തരത്തിലുള്ള ഹിപ്പോകൾ മാത്രമേ ഉള്ളെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് 6 ടൈപ്പ് ഹിപ്പോകൾ ഉണ്ടായിരുന്നതിൻ്റെ തെളിവ് ലഭിച്ചിട്ടുണ്ട്. ആ 4 ടൈപ്പ് ഹിപ്പോകൾ മരിക്കാനുള്ള മെയിൻ കാരണം കാലാവസ്ഥയും മനുഷ്യന്മാരുടെ വേട്ടയാടലുമാണ്. ഹിപ്പോകൾ എന്നത് ശരിക്കും വലിയൊരു ഗ്രൂപ്പായി ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഗ്രൂപ്പായി ജീവിക്കുക പറയുമ്പോൾ 150 to 200ഓളം ഹിപ്പോകൾ ഒരൊറ്റ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും. ഇത്രയും വലിയ ഹിപ്പോകളുടെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സ്കൂള്, സീഗസ്, ബ്ലോസ് എന്നൊക്കെ. ഹിപ്പോകൾ എന്നത് 150 to 200ഓളം അംഗസംഖ്യയുള്ള ഒരു ഗ്രൂപ്പാണെങ്കിലും ആ മുഴുവൻ ഗ്രൂപ്പിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരേ ഒരു ഹിപ്പോ തലവനായിരിക്കും. അത്രയും വലിയ ഗ്രൂപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആ ഹിപ്പോ തലവനായിരിക്കും. ആ ഗ്രൂപ്പിലെ പെൺ ഹിപ്പോകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആ ഗ്രൂപ്പ് തലവനായിരിക്കും. നല്ല ലക്കി തലവനല്ലേ. ബിയിലേക്ക് ഹിപ്പോ തലവൻ ഗൈസ്. നമ്മുടെ നാട്ടിലെ പെണ്ണ് കിട്ടാത്ത കുറേ ആൾക്കാരെ പോലെ പെണ്ണ് കിട്ടാത്ത കുറേ ഹിപ്പോകളുണ്ട് ഹിപ്പോ ഗ്രൂപ്പിൽ. ആ ഹിപ്പോകൾക്ക് പെണ്ണ് കിട്ടണമെങ്കിൽ ഗവൺമെന്റ് ജോലിയൊന്നും വേണ്ട, വേറെ ഏതെങ്കിലും ഒരു ഹിപ്പോയുമായി അടികൂടി ജയിച്ചാൽ മാത്രം മതി, അപ്പം പെണ്ണ് കിട്ടും. ഈ ഹിപ്പോകൾ എന്നത് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു ജീവിയാണെങ്കിലും 5 to 10 മിനിറ്റിന് ശേഷം വെള്ളത്തിൽ മുങ്ങിയിരിക്കാൻ ഹിപ്പോകൾക്ക് സാധിക്കില്ല. അതേപോലെ തന്നെ ഹിപ്പോകൾക്ക് വെള്ളത്തിൽ നീന്താനും സാധിക്കില്ല. ശരിക്കും ഈ ഹിപ്പോകൾ എന്നത് കാലത്തുനിന്ന് ദൂരത്ത് വരെ മാത്രമായിരിക്കും ഹിപ്പോകൾ വെള്ളത്തിലിരിക്കുന്നത്. നീന്താൻ അറിയില്ലെങ്കിലും ഹിപ്പോകൾ എന്തിനാണ് 24 മണിക്കൂറും വെള്ളത്തിലിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഹിപ്പോകളുടെ ശരീരത്തിൽ രോമമില്ലാത്തത് കൊണ്ട് തന്നെ ഹിപ്പോകളുടെ ശരീരം വെയിൽ കൊള്ളാൻ അനുയോജ്യമല്ലാത്ത ഒരു ശരീരമാണ്. ഹിപ്പോകളുടെ ശരീരത്തിൽ രോമമില്ലെങ്കിലും ഹിപ്പോകളുടെ തൊലിക്കട്ടി എന്നത് വളരെ കൂടുതലാണ്. ഏകദേശം 6 സെന്റിമീറ്ററോളം വലുപ്പമുണ്ടാകും ഹിപ്പോകളുടെ തൊലിക്കട്ടി. ഇനി ഹിപ്പോകൾ ഒരുപാട് നേരം വെയിൽ തിന്നാൽ ഹിപ്പോകളുടെ ശരീരത്തിൽ നിന്നും ഒരു റോസ് കളർ ദ്രവം പുറത്തു വരും. ഇതിനെ ബ്ലഡ് സ്വെറ്റ് എന്ന് പറയും. ശരിക്കും ഈ റോസ് കളർ ദ്രവം എന്നത് ഹിപ്പോകളുടെ ശരീരത്തെ ഒരു സൺസ്ക്രീൻ വെയിലിൽ നിന്ന് നമ്മളെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതേപോലെ ഹിപ്പോകളുടെ ശരീരത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു പെൺ ഹിപ്പോയുടെ ഗർഭകാലം എന്നത് ഏകദേശം 8 മാസമാണ്. ആ 8 മാസം കഴിഞ്ഞാൽ വെറും ഒരേ ഒരു കുട്ടി മാത്രമായിരിക്കും ഹിപ്പോ പ്രസവിക്കുന്നത്. ആ പ്രസവം നടക്കുന്നത് വെള്ളത്തിലുമായിരിക്കും. ഹിപ്പോകളുടെ ശരീരം പോലെ തന്നെ ഹിപ്പോകളുടെ സൗണ്ട് എന്നതും വളരെ വലുതായിരിക്കും.
ഏകദേശം 115 ഡെസിബിൾ വരെ ഹിപ്പോകൾക്ക് സൗണ്ട് ഉണ്ടാക്കാൻ കഴിയും. അത് ഏകദേശം 1.5 കിലോമീറ്ററോ 2 കിലോമീറ്റർ ദൂരെയുള്ള ഒരാൾക്ക് പോലും കേൾക്കാൻ പറ്റും. ശരിക്കും ഈ ഹിപ്പോകൾ എന്നത് വളരെ അഗ്രസീവായ ഒരു ജീവിയാണ്. അതേപോലെ തന്നെ മറ്റേത് മൃഗങ്ങളെയും ഈ ഹിപ്പോകൾ പേടിക്കാറുമില്ല. ആഫ്രിക്കയിൽ മാത്രം ഒരു വർഷം ഹിപ്പോകൾ കാരണം മരണപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം എന്നത് ഏകദേശം 500-ൽ കൂടുതലാണ്. അതേപോലെ തന്നെ ഫേമസ് ഡ്രഗ് ഡീലറായ പാബ്ലോ എസ്കോബാർ തൻ്റെ വീടിനടുത്ത് ഒരു ആർട്ടിഫിഷ്യൽ നദി ഉണ്ടാക്കി. ആ നദിയിൽ ഹിപ്പോപ്പൊട്ടാമസുകളെ വളർത്തിയ ഒരേ ഒരു ആളാണ് പാബ്ലോ എസ്കോബാർ. അപ്പോൾ ഹിപ്പോപ്പൊട്ടാമസിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ബൈ.